ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഷ്ടാനുഭവ വാരത്തിലെ വിശുദ്ധ ബുധനാഴ്ച ദിനം ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 16-ാം തിരുവചനം. ഈ ലോകത്തിന് രക്ഷ നൽകുന്നതിന്, പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുന്നതിന് വിമോചകനായി ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ ആഗതനായി. ദൈവരാജ്യത്തെക്കുറിച്ച് ആ പിതാവാം ദൈവത്തിൻ്റെ പുത്രൻ സംസാരിച്ചു. സമൂഹത്തിലുണ്ടായിരുന്ന അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരം ആവശ്യത്തിലിരിക്കുന്നവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നവരെയും ചേർത്തണച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാണാതെ പോയ ആടുകളെ കുറിച്ചുള്ള അങ്കലാപ്പും ആ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. തൻ്റെ ദൗത്യം പൂർത്തിയാകാനായി പോകുന്നു. തന്നോടൊപ്പമുള്ള ശിഷ്യന്മാരുമായി പെസഹയിൽ അന്ത്യത്താഴം പങ്കിടുന്നതിന് മുമ്പായി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലെ അവസാന നാളുകളിലെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ്. ഫലം തിരയുന്ന കർത്താവിനെ നാം കാണുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നമ്മെ തന്നെ കർത്താവിൻ്റെ പാദപീഠയെ സമർപ്പിക്കുന്നതിന് ഒരു ആഹ്വാനം യേശു കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഇസ്കര്യോത്താവ് യൂദ കർത്താവിനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് അന്വേഷണം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന ഭാഗം. തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് യൂദയ്ക്ക് എങ്ങനെ സാധ്യമായി? തൻ്റെ ജീവിത നാളുകളിൽ മശീഹയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ധാരണകൾ വച്ചു പുലർത്തിയിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു യൂദ. കർത്താവ് ഈ പരീക്ഷണങ്ങളൊക്കെയും അതിജീവിച്ച് രക്ഷ നേടും എന്ന തൻ്റെ ഉള്ളിലെ തെറ്റായ ചിന്തകൾ യൂദയെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ദുരന്തത്തിലാണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയാൽ, കർത്താവിൻ്റെ ചിന്തകൾക്ക് അതീതമായി തൻ്റെതായ ഭാവപശ്ചാത്തലങ്ങളിൽ വിവിധങ്ങളാകുന്ന തെറ്റാകുന്ന ചിന്തകൾ വച്ചു പുലർത്തിയാൽ ആ ജീവിതം നാശത്തിൽ ചെന്ന് പര്യവസാനിക്കുമെന്ന് യൂദയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിശുദ്ധ ബുധനാഴ്ച യൂദയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏത് പ്രതികൂലതയിലും പ്രതിസന്ധിയിലും കർത്താവിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നതാണ്. അവരിൽ ആശ്രയം വയ്ക്കാതിരുന്നാൽ നമ്മുടെ ചിന്തകളിൽ നാം പരാജയത്തിൻ്റെ ഇരുളടഞ്ഞ അനുഭവങ്ങളിലേക്ക്, നാശത്തിലേക്ക് വീഴുക തന്നെ ചെയ്യും. ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിത യാത്ര നയിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മ ഓരോരുത്തരെയും നയിക്കുമാറാകട്ടെ. ആമേൻ.